Hey guys, welcome back to Arcanex മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാസ്കൽസ് ലോയുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ആ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് റസ്റ്റിലുള്ള ആ ഫ്ലൂയിഡിലേക്ക് ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എക്സ്റ്റേണൽ പ്രഷർ ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. സോ ഞാനിവിടെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുന്ന പ്രഷർ ഈക്വലി കുറയാതെ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, when an external pressure is applied to a fluid at rest, the pressure is transmitted equally in all directions without getting diminished. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇവിടെ A1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സിലിണ്ടർ എടുത്തു. A2 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള കുറച്ചുകൂടെ വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു സിലിണ്ടർ എടുത്തു. ഇവിടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് സിലിണ്ടറിലേക്കും ആക്ട് ചെയ്യപ്പെടുന്ന എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പ്രഷർ സെയിം ആയിരിക്കും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. സോ നമുക്ക് പറയാം ദ പ്രഷർ അറ്റ് സ്മോളർ പിസ്റ്റൺ എന്ന് പറയുന്നത് P is equal to അവിടെയുള്ള ഫോഴ്സ് ബൈ അവിടെയുള്ള ഏരിയ. സോ ഇവിടെയുള്ള ഫോഴ്സ് F1 ആണ്, ഇവിടെയുള്ള ഏരിയ A1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P is equal to F1 divided by A1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു. ഇനി രണ്ടാമത്തെ സിലിണ്ടറിൽ വലിയ സിലിണ്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന പ്രഷർ P എന്ന് പറയുന്നത് P is equal to F2 divided by A2 ആണ്. സോ അതേയാളെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു. സോ ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2 നമുക്കറിയാം. ഇക്വേഷൻസ് 1 and 2 കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും F1 divided by A1 is equal to F2 divided by A2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ F1 into A2 is equal to F2 into A1 നമുക്ക് കിട്ടും. സോ ഇവിടെ നിന്നും രണ്ടാമത്തെ സിലിണ്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F2 is equal to F1 into A2 divided by A1 എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. രണ്ടാമത്തെ സിലിണ്ടറിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ F2 is equal to F1 into A2 divided by A1. നമുക്കറിയാം വലിയ സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 എന്ന് പറയുന്നത് ചെറിയ സിലിണ്ടറിനേക്കാളും കുറച്ചധികമാണ്. സോ A2 by A1 എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ കിട്ടും. സോ F2 എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ A2 is very very greater than A1. സോ F2 is very very greater than F1. ക്ലിയർ അല്ലേ? സോ നമ്മൾ ചെറിയ ഫോഴ്സ് F1 കൊടുക്കുമ്പോൾ തന്നെ വലിയ ഫോഴ്സ് നമുക്ക് F2 ലേക്ക് കിട്ടും. ആ വലിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല മാസുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്.